പ്രവാസലോകത്തെ വാർത്തകൾ. UAE സെൻട്രൽ ബാങ്കിന്റെ സ്വർണ്ണ ശേഖരം കുതിച്ചുയർന്നു. ഒരു വർഷത്തിനുള്ളിൽ 75% വർധനവ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട്. UAE സെൻട്രൽ ബാങ്കിന്റെ സ്വർണ്ണശേഖരത്തിൽ വൻ വർധനവ് രേഖപ്പെടുത്തി. ഡിസംബറിൽ 3790 കോടി ദിർഹം ഉണ്ടായിരുന്ന സ്വർണ്ണശേഖരം ജനുവരി മാസമായപ്പോൾ 4305.1 കോടി ദിർഹമായി. തുടർച്ചയായ വർധനമാണ് സ്വർണ്ണശേഖരത്തിൽ ഒക്ടോബർ മുതൽ രേഖപ്പെടുത്തുന്നത്. ഒരു മാസം കൊണ്ട് UAE സെൻട്രൽ ബാങ്കിന്റെ സ്വർണ്ണശേഖരത്തിൽ 14% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. വാർഷികാടിസ്ഥാനത്തിൽ ഒരു വർഷത്തിനുള്ളിൽ സെൻട്രൽ ബാങ്കിന്റെ സ്വർണ്ണശേഖരം 75%-ലധികം വർദ്ധിച്ചു. കഴിഞ്ഞ വർഷം ജനുവരിയിൽ ബാങ്കിന്റെ സ്വർണ്ണശേഖരം 2457.1 കോടി ദിർഹമായിരുന്നതാണ് ഈ വർഷം 4305.1 കോടി ദിർഹമായി ഉയർന്നത്. ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾക്കിടയിലും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണശേഖരം വർദ്ധിപ്പിക്കുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നേട്ടമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിലേക്ക് കൂടുതൽ സർവീസുകൾ പ്രഖ്യാപിച്ച് ഖത്തർ എയർവേസ്. പശ്ചിമേഷ്യൻ സംഘർഷം കാരണം നാട്ടിലേക്ക് വരാനാകാതെ വിഷമിക്കുന്ന പ്രവാസികൾക്കിത് ആശ്വാസമാകും. തിരുവനന്തപുരം, കൊച്ചി എന്നിവയുൾപ്പെടെ 9 ഇന്ത്യൻ നഗരങ്ങളിലേക്കാണ് മാർച്ച് 28 വരെ പരിമിതമായ തോതിൽ പ്രത്യേക സർവീസുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അടിയന്തരമായി നാട്ടിലെത്തേണ്ട പ്രവാസികൾക്കും മറ്റ് യാത്രക്കാർക്കും ഏറെ ആശ്വാസം പകരുന്നതാണ് ഖത്തർ എയർവേസിന്റെ പ്രഖ്യാപനം. യാത്രക്കാർക്ക് തങ്ങളുടെ ടിക്കറ്റുകൾ സൗകര്യപ്രദമായ രീതിയിൽ മാറ്റിയെടുക്കാനും യാത്ര വേണ്ടെന്ന് വെക്കുന്നവർക്ക് റീഫണ്ട് നേടാനും പ്രത്യേക സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫെബ്രുവരി 28-നും മാർച്ച് 28-നും ഇടയിൽ യാത്ര ചെയ്യാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്കാണ് ഈ ആനുകൂല്യം. ഇവർക്ക് ഏപ്രിൽ 30 വരെയുള്ള തീയതികളിലേക്ക് യാതൊരു അധിക നിരക്കും നൽകാതെ ടിക്കറ്റ് മാറ്റിയെടുക്കാം. ഇത്തരത്തിൽ 2 തവണ ടിക്കറ്റ് മാറ്റിയെടുക്കാൻ സാധിക്കും. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യത്തിൽ യാത്ര ഒഴിവാക്കാൻ താൽപര്യപ്പെടുന്നവർക്ക് ടിക്കറ്റ് തുക പൂർണ്ണമായും റീഫണ്ടായി നൽകുമെന്നും ഖത്തർ എയർവേസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.